ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മെർച്ചന്റ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ നടന്നു. അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു. സ്വർണ്ണവില വർദ്ധിക്കുന്നത് ജനങ്ങൾക്ക് ഗുണകരമാണെന്നും വില വർദ്ധിക്കുന്നത് ചെറിയ തോതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയെങ്കിലും ജനങ്ങളുടെ വാങ്ങൽ ശക്തി കുറഞ്ഞിട്ടില്ലെന്ന് അദ്ദേഹം പറഞ്ഞു. സ്വർണ്ണവില വർദ്ധിക്കുന്നത് ജനങ്ങൾക്ക് ഗുണകരമാണെന്നും രാജ്യത്ത് കൈവശമുള്ളതിൽ സ്വർണം കേരളത്തിലാണ് ആളോഹരിയിൽ കൂടുതലുള്ളതെന്നും ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് എസ് അബ്ദുൽ നാസർ പറഞ്ഞു. 25,000 ടണ്ണിലധികം സ്വർണമാണ് രാജ്യത്ത് ജനങ്ങളുടെ കയ്യിലുള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ വികസിത രാജ്യങ്ങളായ അമേരിക്ക ഉൾപ്പെടെയുള്ള 10 രാജ്യങ്ങളുടെ റിസർവ് സ്വർണത്തേക്കാൾ കൂടുതലാണിത്. അന്താരാഷ്ട്ര സ്വർണ്ണവില വർദ്ധിക്കുന്നതിനനുസരിച്ചാണ് സംസ്ഥാനത്തും സ്വർണ്ണവില കൂടുന്നത്. വിഷു, ഈസ്റ്റർ, അക്ഷയ തൃതീയ, വിവാഹ സീസൺ എന്നിവയുടെ സാഹചര്യത്തിൽ സ്വർണ്ണവില വർദ്ധിക്കുന്നത് ചെറിയ തോതിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയെങ്കിലും ജനങ്ങളുടെ വാങ്ങൽ ശക്തി കുറഞ്ഞിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അമേരിക്കയിൽ പുതിയ പ്രസിഡന്റ് അധികാരമേറ്റതിന് ശേഷം സ്വർണ്ണ വ്യാപാര മേഖലയിലുള്ളവർക്ക് കഴിഞ്ഞ പ്രാവശ്യം അദ്ദേഹം അധികാരത്തിൽ വരുമ്പോൾ സ്വർണത്തിന് വില കുറയുന്ന ഒരു സാഹചര്യമാണ് അന്ന് നിലനിന്നിരുന്നത്. ഇത്തവണയും അദ്ദേഹം അധികാരത്തിലേറി അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ചില ചുവടുവെപ്പിൽ സ്വർണ്ണവില കുറയുന്ന ഒരു ട്രെൻഡായിരുന്നു നിന്ന്. എന്നാൽ പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക രംഗത്തെ പോളിസികളിലുള്ള വ്യത്യാസം വരികയും പകര ചുങ്കം ഏർപ്പെടുത്തുന്ന ഒരു സാഹചര്യമൊക്കെ അദ്ദേഹം നടപ്പിലാക്കിയുണ്ട്. അത് സ്വർണ്ണ വ്യാപാര മേഖലയ്ക്ക് വലിയ ഒരു ബുദ്ധിമുട്ടിലേക്ക് എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണിപ്പോൾ. ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളിലെ സാമ്പത്തികമായ അസ്ഥിരതയിലേക്ക് കൊണ്ടെത്തിക്കുവാനുള്ള ഒരു വലിയ ശ്രമമാണ് അമേരിക്കയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗം. അമേരിക്കൻ സാമ്പത്തിക ക്രമങ്ങൾ വളരെ ബുദ്ധിമുട്ടിലേക്ക് പോകുമ്പോൾ ആ ബുദ്ധിമുട്ട് ലോകമെമ്പാടും അത് ആഞ്ഞടിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഒരു ക്രൈസിസിനെ നേരിടുമ്പോൾ ബാക്കിയുള്ള സാമ്പത്തിക രംഗത്തെ കൂടി ഒരു ക്രൈസിസിലേക്ക് കൊണ്ടുപോകുവാനുള്ള ശ്രമകരമായ പണിയാണ് ട്രംപ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് സ്വർണത്തിന് ഒരു 5.5% അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി നിലവിലുണ്ടായിരുന്ന നികുതി അത് 26% കൂടെ വർദ്ധിപ്പിച്ചാണ് ഇപ്പോൾ അത് 31% എത്തിയിരിക്കുന്നത്. അപ്പോൾ 1 ഗ്രാം സ്വർണ്ണം എക്സ്പോർട്ട് ചെയ്യണമെങ്കിൽ 31% നികുതി കൊടുക്കേണ്ട ഒരു സാഹചര്യമാണ് പുതിയ താരിഫിൻ്റെ രീതിയിൽ ഇപ്പോൾ വരുന്നത്. അത് തന്നെ അമേരിക്കയിൽ ഏർപ്പെടുത്തിയപ്പോൾ ആദ്യം 34% ഏർപ്പെടുത്തുകയും പിന്നീട് 84% വർദ്ധിപ്പിക്കുകയും ഇപ്പോൾ അത് 125% വർദ്ധിപ്പിക്കുകയും ചെയ്ത ഒരു സ്ഥിതിയാണ്. അപ്പോൾ ലോകത്തിലെ ഒരു വ്യാപാര യുദ്ധത്തിലേക്ക് അമേരിക്ക ഇപ്പോൾ കടന്നിരിക്കുകയാണ്. എല്ലാ സാമ്പത്തിക രാജ്യങ്ങളെയും അല്ലെങ്കിൽ സാമ്പത്തിക സുസ്ഥിരതയുള്ള രാജ്യങ്ങളെ കൂടി അഡ്വക്കേറ്റ് എസ് അബ്ദുൾ റഷീദ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന വർക്കിംഗ് ജനറൽ സെക്രട്ടറി ബി പ്രേമാനന്ദ്, കേരള വ്യാപാര വ്യവസായ ഏകോപന സമിതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ജെ ഷാജഹാൻ, AHM ഹുസൈൻ, ഷിബുരാജ്, സലിം രാജധാനി, സക്കീർ ഹുസൈൻ കോയിക്കൽ, ഷഫീഖ് അറേബ്യ, അബു ജനത, ഷാനവാസ് മംഗല്യ, സംസ്ഥാന കൗൺസിൽ അംഗം അയ്യപ്പൻ കൈപ്പള്ളിൽ തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ ജില്ലാ ഭാരവാഹികളായി AHM ഹുസൈനെ പ്രസിഡന്റായും, സലിം രാജധാനിയെ വർക്കിംഗ് പ്രസിഡന്റായും, ഷിബുരാജിനെ ജനറൽ സെക്രട്ടറിയായും, ഉല്ലാസ് മംഗല്യയെ വർക്കിംഗ് ജനറൽ സെക്രട്ടറിയായും, നാസർ മഹാറാണി, ഷാനവാസ് മംഗല്യ എന്നിവരെ വൈസ് പ്രസിഡന്റുമാരായും, ലാലച്ചൻ, അബു ജനത എന്നിവരെ സെക്രട്ടറിമാരായും, സക്കീർ ഹുസൈൻ കോയിക്കലിനെ ട്രഷററായും തെരഞ്ഞെടുത്തു. അപ്പോൾ ആ സംഘടനയുടെ അധ്യക്ഷ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് അല്ലെങ്കിൽ മേൽഘടകത്തിൽ ഇരുന്നുകൊണ്ട് സംഘടനാവിരുദ്ധ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നവരെ പുറത്താക്കുവാനും കാണിക്കുന്ന ആ ഇച്ഛാശക്തി തീർച്ചയായും വളരെയധികം ശ്ലാഘനീയമാണ്. നമുക്ക് എന്തായിരുന്നാലും നമ്മുടെ ഈ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് ഈ കൂട്ടായ്മയിലൂടെ പുതിയൊരു നേതൃത്വത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഭാവി പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുവാനുള്ള പരിശ്രമത്തിലാണ്. ചെറുപ്പക്കാരുടെ ഒരു ആകർഷണമായിരുന്നു സ്വർണ്ണക്കച്ചവടം എന്ന് പറയുന്നത്. ഞാനും അത്തരത്തിൽപ്പെട്ട ഒരാളാണ്. സ്വർണ്ണക്കച്ചവടം തുടങ്ങാൻ നമുക്ക് കഴിയുമായിരുന്നു. ഒരു 500 ഗ്രാം സ്വർണ്ണമായിട്ട് അല്ലെങ്കിൽ ഒരു 300 ഗ്രാം സ്വർണവുമായി നമുക്ക് സ്വർണ്ണക്കച്ചവടം തുടങ്ങാമായിരുന്നു. ദിവസം 10, 25, 50 ഗ്രാം സ്വർണ്ണം കച്ചവടം നടക്കുമായിരുന്നു. ഞാനൊക്കെ കച്ചവടത്തിന് പോകുമ്പോൾ കുറച്ചുകൂടി വലിയ സ്റ്റോക്കുമായിട്ടാണ് ഞാൻ പോയത്. എനിക്ക് രാവിലെ 800 ഗ്രാം കച്ചവടം ചെയ്തിരുന്ന ഒരു സ്വർണ്ണ വ്യാപാരിയായിരുന്നു. ഇന്ന് അതിൻ്റെയൊക്കെ അവസ്ഥ എവിടെ ചെന്ന് നിൽക്കുകയാണ്? ഈ ഇരിക്കുന്നവരിൽ ഇന്ന് 10 ഗ്രാം അല്ലെങ്കിൽ 25 ഗ്രാം കച്ചവടം നടന്ന ഒരു കച്ചവടക്കാരൻ ഇവിടെ ഉണ്ടോ? ഈ നാട്ടിലെ വ്യാപാരം അപ്പാടെ തകർന്നു പോയിരിക്കുന്നു. തൊഴിലില്ലായ്മ രൂക്ഷമായി വളർന്നു വന്നിരിക്കുന്നു. ഞാനിവിടുന്ന് പന്തളത്ത് കച്ചവടത്തിന് പോയ ഒരാളെന്നൊക്കെ എല്ലാവർക്കും തന്നെ അറിയാം. ഞാനത് പറയേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഇരുവശത്തുമായി, ഇപ്പോൾ പോകുമ്പോൾ കാറിൻ്റെ ഇരുവശത്തുമായി ഞാനിങ്ങനെ നോക്കുമ്പോൾ അടഞ്ഞു കിടക്കുന്ന കടകൾ, സ്വർണ്ണക്കട മാത്രമല്ല, 37 കടകൾ. ഇനി കഴിഞ്ഞ മാസം ഞാൻ പോയപ്പോൾ ഞാൻ പേപ്പർ കടലാസും വെച്ച് പേന വെച്ച് എഴുതിയതാണ്. 37 കടകൾ അടച്ചിട്ടിട്ട് നല്ല കച്ചവടം നടന്നിരുന്ന കടകളുടെ മുന്നിലെല്ലാം കടമുറികൾ വാടകയ്ക്ക് എന്ന് എഴുതി വെച്ചിരിക്കുന്ന
ദയനീയമായ കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. യോഗ്യരായ എടുത്തതിനകത്ത് അത് ഈ സംഘടനയെ മുന്നോട്ട് നയിക്കാൻ അവർ പ്രാപ്തരാണെന്ന് അവർ ഓൾറെഡി പല തസ്തികളിൽ ബോധ്യപ്പെടുത്തുകയാണ്. തീർച്ചയായിട്ടും സംസ്ഥാന കമ്മിറ്റിക്ക് അതിന് അഭിനന്ദനങ്ങൾ നൽകുന്നു. പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട എല്ലാ അംഗങ്ങൾക്കും അല്ലെങ്കിൽ എല്ലാ നേതൃത്വ നിലയിലുള്ള എല്ലാ നേതാക്കന്മാർക്കും എൻ്റെ വ്യക്തിപരമായ പേരിലും സംഘടനയുടെ പേരിലും ഞാൻ അനുമോദനം അറിയിക്കുന്നു. അതിനോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായ ഒരു കാര്യമുണ്ട്. അത് നേരത്തെ നമ്മളുടെ വ്യാപാര വ്യവസായ അദ്ദേഹം സൂചിപ്പിക്കുന്ന ഇതാണ്, നമ്മളുടെ ഈ നാട്ടിലെ ആണ് നമ്മുടെ സംസ്ഥാന നേതാക്കന്മാർ. യഥാർത്ഥത്തിൽ വ്യാപാരികൾക്ക് 2 വലിയ സംഘടനയാണുള്ളത്. ഒന്ന് കേരള വ്യാപാരി ഏകോപന സമിതിയും ഒന്ന് AKGSMയും. CD നെറ്റ് ന്യൂസ്, കായംകുളം.